പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലോ? ജോയിൻ Prepwise, കേരളാസ് #1 CUET കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ സ്ട്രീം ഏതുമായിക്കൊള്ളട്ടെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബോർഡ് എക്സാമിനും CUETക്കുമുള്ള കോംപ്രിഹെൻസീവ് കോച്ചിംഗ്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഹലോ എവ്രിവൺ, വെൽക്കം ടു Prepwise. അപ്പൊ ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ടാർഗറ്റ് CUET 2023. ഓക്കെ, സോ ടാർഗറ്റ് CUET 2023 സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ CUET 2022 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന ഒരു സീരീസ് ആയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒത്തിരിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. നമ്മൾ പതിയെ ഒരു സെറ്റായിട്ട് സോൾവ് ചെയ്ത് പോവാണ്. അപ്പൊ ഒരു വലിയ സീരീസ് തന്നെയാണിത്. സോ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ സീരീസ് മുടങ്ങാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ എല്ലാവരും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു എക്സാമിനേഷൻ ആണ് CUET. അതായത് നിങ്ങൾ ഇതിനു മുന്നേ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് പേപ്പർ എഴുതിയിട്ടുണ്ടാവണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വൈ? ബിക്കോസ് നിങ്ങൾക്ക് അതിനോടുള്ള ഒരു അൺഫെമിലിയാരിറ്റി ഒക്കെ മാറ്റി നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സീരീസ് നിങ്ങളെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന ഈ ഒരു സീരീസ് നിങ്ങൾ മുടങ്ങാതെ കാണുക. ആൻഡ് നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ഫോർ അച്ചീവിങ് CUET 2023, നമ്മുടെ ഈ ടാർഗറ്റ് CUET 2023 കണ്ട് നിങ്ങളത് വിജയിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, സോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ കൂട്ടുകാരെയും വിളിച്ചറിയിക്കുക. എന്നിട്ട് വേഗം തന്നെ യൂട്യൂബിലെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുക. നിങ്ങൾ പിന്നെ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ദാറ്റ് ഇനിയും വരുന്ന സീരീസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വീഡിയോന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകളാണത്. സോ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ടാർഗറ്റ് CUET 2023, മറ്റേത് ടാർഗറ്റ് CUET 2024 ആണ്. സോ 2023 പ്ലസ് ടുവിൽ ഇപ്പോൾ നിലവിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നിലവിൽ +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടാർഗറ്റ് CUET 2024 എന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ഈ സെഷൻസിന്റെ പല സബ്ജക്ട്സിന്റെ സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഓരോ സെഷൻസിന്റെയും ലൈവ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ CUET എക്സാമിനേഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. സോ മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ടാർഗറ്റ് CUET 2023. സോ ഐ ഹോപ്പ് ദാറ്റ് യു വിൽ കണ്ടിന്യൂ വാച്ചിങ് ദിസ് സീരീസ് ആൻഡ് അച്ചീവ് യുവർ സീറ്റ് ഇൻ CUET 2023. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 1A ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പാസേജ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പാസേജ് ഞാൻ വായിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാനുസരണം അത് പിന്നെ പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കാവുന്നതാണ്. ആൻഡ് ആൻസേഴ്സ് നിങ്ങൾ ചാറ്റ് ബോക്സിലൂടെ എനിക്ക് പറഞ്ഞു തരാം. ഓക്കെ, സോ റെഡി ആണല്ലോ അല്ലേ? റൈറ്റ്, സ്റ്റാർട്ട്. Read the passage carefully and answer the questions. The world is running out of food. By 2050, the world population may cross 10 billion people and they may not have enough food for themselves. It is a prediction by an American sociobiologist that goes viral on social media now and then. Some websites now have countdown clocks ticking towards the big bad hunger day. Scientists believe the earth cannot feed more than 10 billion people. We are already 7.7 billion and counting. There are nutritionists, sociobiologists, economists, agricultural and climate scientists trying to figure out how to starve off global hunger. This is not to sound alarmist, but it does point to the inevitability that future generations will face one day. So finally, everything boils down to food, not sovereignty, structure or superiority. One day, the person who has 2 square meals a day will be the king or the queen. But how? When 10 billion of us inhabit the world, there will be little space left, what with all the sea erosions and glacier melts, to raise animals or crops.
The animals would be the first to go, as meat requires more energy to produce than any other food. If all the people were to become vegetarians, the food produced would be sufficient for more than 10 billion people. Sufficient for not more than 10 billion people. And if you have the appetite and the diet of the average American, it would not feed more than 2.5 billion people. The problem is upon us already, as we are told the world is fast losing the earth's topsoil that has the highest amount of organic matter and microorganisms to help in germination. A third of the globe's topsoil is already gone. Along with the shortage of water, energy and lands and growing demand from the population, all this adds up to a global food crisis. Over 80 million people in Africa and Asia meanwhile face famine and depend on food doles to survive. We cannot look to the forest to forage for food because only 30% of the wild forest cover is still left on earth. And in 25 years, much seafood will disappear. There is only one solution: food conservation. Today, a third of the global food is wasted because of bad storage, transportation, preparation and packaging, and sell-by date issues. Supermarkets sell large portions of packaged food for profit and much of it goes waste. Restaurants to jack up prices increase the portions of dishes, again leading to waste. In India too, nearly 40% of food produced is wasted every year because of fragmented food systems and unsound supply chains. We also generate food waste in our homes. The COVID pandemic made us a bit more conscious of our food choices and reduced food waste. അപ്പോൾ ഇത്രയാണ് നമ്മുടെ PDF കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി 2-3 ലൈൻസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നമുക്കത് അവൈലബിൾ അല്ല. നിങ്ങൾ ഏത് PDF എടുത്ത് ചെക്ക് ചെയ്താലും ഇങ്ങനെ ആയിരിക്കും അവസ്ഥ. സോ ഇതെന്തായാലും ക്വസ്റ്റ്യൻ ആൻസറിനെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Select the correct answer from the options given below to fill in the blank. According to the passage, Dash will be king or queen one day. Someone superior in knowledge, someone with power, someone with high stature, someone who has sufficient food to feed himself or herself. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, one day the person who has 2 square meals a day will be the king or the queen എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് തന്നെയാണ് ആൻസർ. Someone who has sufficient food to feed himself or herself. That is the answer. Next question. Select the correct answer from the options given below to fill in the blank. Losing the earth's topsoil is alarming as Earth's topsoil ne patti nammal vaichu. It has the highest amount of organic matter. It has lot of water in it. It has highest amount of microorganisms. It is not fertile. It helps in germination. ഇത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. It has the highest amount of organic matter and microorganisms. ഇത് രണ്ടുമാണ് to help in germination. Okay. So it helps in germination. It has the highest amount of organic matter. It has the highest amount of microorganism. It helps in germination. A, C and E only. Okay, that is the answer. Okay. Next question. Which of the following does not contribute to global food crisis? Losing Earth's topsoil, shortage of water, energy and land, growing demand from the population, people becoming vegetarians. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. Topsoil പോകുന്നതുണ്ട്, along with the shortage of water, energy and land, growing demand from the population. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. People becoming vegetarians ഇല്ല. So people becoming vegetarians ആണ് answer. Select the correct answer from the options given below to fill in the blank. According to the passage, the only solution to tackle global food crisis is more production of food items, import of food item, conservation of food, export of food item. ഇത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. കൺസർവേഷൻ ഓഫ് ഫുഡ് ആണ് ആൻസർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് food conservation. There is only one solution, food conservation. Now, what are the reasons behind the huge food waste in India as suggested in the passage? Food waste ന് കാരണമാകുന്നത് എന്ത്? Higher food consumption, food abundance, fragmented food system, calculated purchasing, unsound supply chain. ഇവിടെ പറയുന്നുണ്ട്, food produced is wasted every year because of fragmented food systems and unsound supply chains. So, fragmented food system, unsound supply chain. C and E only. C and E only is the answer. Okay.
Next question. What mindset change has been suggested by the author in the passage? From food scarcity mode to food abundance, from food consumption mode to food storage, from food abundance mode to food security, from food packing mode to food transportation. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഫുഡ് അബണ്ടൻസ് മോഡിൽ നിന്ന് ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഇനി ലാസ്റ്റ് ലൈൻസിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അത്രയും വെച്ചിട്ട് ഇതാണ്. സ്കാസിറ്റിയിൽ നിന്ന് അബണ്ടൻസിലേക്ക് പോകുന്നതല്ല, കൺസംഷനിൽ നിന്ന് സ്റ്റോറേജിലേക്ക് പോകുന്നതല്ല, പക്ഷെ അബണ്ടൻസിൽ നിന്ന് നമ്മൾ സെക്യൂരിറ്റിയിലേക്ക് എത്തിക്കുന്നതാണ്. ഫുഡ് സെക്യൂരിറ്റി വേണം എന്നുള്ളതാണ് ആവശ്യം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. So we have come to the end of first passage. Now we have the second passage. It is comparatively an easier passage. Okay. Read the passage carefully and answer the questions from given in the end. Prem Chand, one of India's most highly acclaimed short story writers, lived near Varanasi and wrote about the villages of eastern Uttar Pradesh during the independence movement. While I was writing these stories, I met a journalist in Varanasi, and during what I thought was an informal conversation, I mentioned that I was a great admirer of the legendary Munshi Premchand, although at the same time I made it clear that I could not aspire to his greatness. Within hours, there was a story on the United News of India wire which reaches the remotest corners of the country saying, Mark Tully aims to be the modern Premchand. That prompted an editorial in an August daily headlined Munshi Mark Tully Ji. Fortunately, the daily did say that I had confessed my limitations. The editorial ended with the hope that Munshi Tully Ji's modern Decameron will mirror the emergence of new forces with their impact on traditional lifestyles and democracy itself. I do not know whether the daily will judge these stories to live up to its expectations, but it is true to say that I also chose Eastern Uttar Pradesh because I wanted to write stories about the impact of traditional village life of the changes taking place in India. I felt that too many changes had already taken place in Western Uttar Pradesh, which has been heavily influenced by the prosperity and modernity of Delhi. Not enough change has taken place in Bihar to the east. In the villages and towns where I looked for my stories, I found the old ways still surviving, but the modern coming in fast. Okay, right. So, namukku questions nokam. Select the answer from the options given below to fill in the blank. The passage depicts that the narrator is a great admirer of Mark Tully, daily newspaper, Uttar Pradesh, Premchand. Passage പറയുന്ന narrator is a great admirer of ആരാണ്? It's Munshi Premchand. ഇവിടെ കൊടുത്തിട്ടുണ്ട്. I was a great admirer of legendary Munshi Premchand. Okay. Then next question. Why did the narrator chose to write about the village in Eastern Uttar Pradesh? ഈസ്റ്റേൺ ഉത്തർപ്രദേശിലെ വില്ലേജിനെ പറ്റി എഴുതാൻ കാരണമായത് എന്ത്? He wanted to criticize the people of the place. Munshi Mark Tully inspired him to go there. He was greatly influenced by the prosperity and modernity of India. He wanted to write stories about the impact of changing India on traditional village life. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, I chose Eastern Uttar Pradesh because I wanted to write stories about the impact on traditional village life of the changes taking place in India. So the answer is option D. Okay. Next question. Prem Chand, one of the India's most highly acclaimed short story writers, wrote about the United News of India, the civilized community of New Delhi, the villages of Eastern Uttar Pradesh, the rustic life of Western Uttar Pradesh. ഇവിടെ പറയുന്നുണ്ട്, Prem Chand, one of the most highly acclaimed short story writers, lived near Varanasi and wrote about the villages of Eastern Uttar Pradesh. Eastern Uttar Pradesh on answer. Villages of Eastern Uttar Pradesh. Okay. Next question. The editorial of an August daily newspaper hoped that Mark Tully will mirror the emergence of new forces with their impact on traditional lifestyle. Someday he would be referred as Munshi Mark Tully. He would become a journalist in Varanasi. Premchand would confess his limitations. ഇത് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം, ആദ്യത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതിനകത്ത് പറയുന്നുണ്ട് കണ്ടോ, Munshi Tully Ji's modern Decameron will mirror the emergence of a new forces with their impact on traditional lifestyles and democracy itself. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. Okay, so that is the answer. Now, Uttar Pradesh was slightly influenced by independence movement, limitations of Mark Tully, traditional village life, prosperity and modernity of Delhi.
Of course, prosperity and modernity of Delhi പറയുന്നുണ്ട് ഇവിടെ, which has been heavily influenced by the prosperity and modernity of Delhi. Okay, so that is the answer. Then what is common between Mark Tully and Munshi Premchand? Both of them were fond of reading United News. Both of them confessed their limitations. Both of them chose to write about Eastern Uttar Pradesh. Both shifted from Bihar to the West. വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. രണ്ടുപേരും ഈസ്റ്റേൺ ഉത്തർപ്രദേശിനെ പറ്റിയിട്ടാണ് എഴുതിയത്. അത് ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. Now we have come to the end of today's session. So നിങ്ങൾക്ക് ഈ സെഷൻ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. And this is a series Mind It. So please continue watching the series. And ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളൊരു +2 സ്റ്റുഡന്റ് ആണെങ്കിൽ 2023 ഗ്രൂപ്പിലും +1 സ്റ്റുഡന്റ് ആണെങ്കിൽ 2024 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ്, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ് ശരിക്കും പറഞ്ഞാൽ അത് വൺ ഓഫ് ദ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. അത് നന്നായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ഞങ്ങളുടെ പ്രെപ്വൈസിനെ പറ്റി പറയുകയാണെങ്കിൽ +2 ശേഷം ഇന്ത്യയിലെ കിഡിലൻ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള CUET എൻട്രൻസ് എക്സാമിനേഷന് കോച്ചിങ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഫാക്കൽറ്റി, IITകളിൽ നിന്നും IIMകളിൽ നിന്നും CUETകളിൽ നിന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പിന്നെ NITസിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ വാല്യൂ ആഡഡ് നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റുകൾ, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, CUET മോക്ക് ടെസ്റ്റുകളും മെന്റർ സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്ന ഒരു വളരെ മികച്ച പ്ലാറ്റ്ഫോമാണ് CUET. അപ്പോൾ നമ്മുടെ CUETക്ക് കീഴിൽ ഒത്തിരി കോഴ്സസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യണം. ആൻഡ് ഓൾസോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും നിങ്ങളുടെ മേറ്റ്സിലേക്കും ഒക്കെ നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് എത്തിച്ചു കൊടുക്കുക. ആൻഡ് ഐ വിൽ മീറ്റ് യു അഗെയിൻ ഇൻ അനദർ സീരീസ്. ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. Hello everyone, welcome to Prepwise. സോ നമ്മൾ ഇന്ന് ടാർഗറ്റ് CUET 2023യുടെ ഭാഗമായിട്ടുള്ള സീരീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് CUET 2022യുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാം ആണ് CUET 2022. സോ അതിന്റെ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷനും ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അടുത്ത തവണ CUET എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്തായാലും നിർബന്ധമായിട്ടും ഈ സീരീസ് കാണുക. ബിക്കോസ് അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫെമിലിയറൈസ്ഡ് ആവും. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡസ് മാറ്റർ വെൻ യു ആർ ട്രൈങ് ടു അറ്റംപ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. സോ അതുകൊണ്ട് തന്നെ സീരീസ് മുടങ്ങാതെ കാണുക. ആൻഡ് നമുക്ക് സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, സോ സെക്ഷൻ 1A ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. പാസേജ് ആണ് തന്നിരിക്കുന്നത്. വി ഹാവ് ടു റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ. My grandmother Krishtaka never went to school, so she could not read. Every Wednesday, the magazine would come and I would read the next episode of this story to her. During that time, she would forget all her work and listen with the greatest concentration. Later, she could repeat the entire text by heart. My grandmother too never went to Kashi, and she identified herself with the novel's protagonist. So more than anybody else, she was the one most interested in knowing what happened next in the story and used to insist that I read the serial out to her. So ഇതാണ് പാസേജ്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ വായിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The grandmother could not read because dash. She was lazy in reading. She was a school dropout. She had never been to school. She was not interested in reading. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മുടെ പാസേജിന്റെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നെവർ വെൻ ടു സ്കൂൾ. നെവർ വെൻ ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഷീ ഹാഡ് നെവർ ബീൻ ടു സ്കൂൾ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ബിക്കോസ് ഷീ ഹാഡ് നെവർ ബീൻ ടു സ്കൂൾ.
Now, next question. Which of the following words does indicate the grandmother's state of mind during the story narrator session? അപ്പോൾ ആ സെഷനിൽ എങ്ങനെയുള്ളൊരു മനസ്ഥിതിയാണ് ഗ്രാൻഡ് മദറിനുള്ളത് എന്നാണ് ചോദ്യം. ഡിസ്ഇൻട്രസ്റ്റഡ്, വെറീഡ്, ഡിസ്ട്രാക്റ്റഡ്, അബ്സോർബ്ഡ്. അപ്പൊ ഡിസ്ഇൻട്രസ്റ്റഡ് എന്തായാലും വരൂല, കാരണം ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് കേൾക്കുന്നതെന്ന് പാസേജിനുള്ളിൽ തന്നെ പറയുന്നുണ്ട്. ഡിസ്ട്രാക്റ്റഡും അല്ല, വെറീഡും അല്ല, ഇറ്റ് ഈസ് അബ്സോർബ്ഡ്. Absorbed ആണ് right answer. Absorbed ആണ് right answer. Okay. Then next question. Which of the following word does not fit to the grandmother's attitude towards the novel's protagonist? Interested, sympathetic, empathetic, curious. സോ നോവലിന്റെ പ്രൊട്ടാഗണിസ്റ്റുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഏത് ക്യാരക്ടറിസ്റ്റിക് ആണ്, ഏത് വേർഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണോ? ആണ്. സിമ്പത്തറ്റിക് ആണോ? എംപത്തറ്റിക് ആണോ? ക്യൂരിയസ് ആണോ? ക്യൂരിയസ് ആണ്, എന്താണ് അറിയാൻ എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സിമ്പത്തറ്റിക്കും എംപത്തറ്റിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എംപത്തറ്റിക് ആണ്. സോ സിമ്പത്തറ്റിക് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നമുക്കൊന്നുകൂടെ നോക്കാം. ഇവിടെ she was the one most she identified herself with the novel's protagonist എന്നാണ് പറയുന്നത്. അപ്പോൾ sympathetic ആണ്. സോ നമുക്ക് ഇതിന്റെ ആൻസർ sympathetic കൊടുക്കാം. ആൻഡ് empathetic ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, empathetic ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. Now, next question. What is the style of the given passage? Poetic, narrative, dramatic, reflexive. ഏത് സ്റ്റൈലിലാണ് പാസേജ് പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. ഒബ്വിയസ്ലി ഇതൊരു കഥ പോലെ പറയുന്ന പാസേജ് ആയതുകൊണ്ട് ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നാരേറ്റീവ് പാസേജ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നാരേറ്റീവ് പാസേജ് ആണ്. ഓക്കെ. Then, next question. From the given concept, we infer that the grandmother was curious, indifferent, ഹെൽപ്ഫുൾ, കമ്പാഷനേറ്റ്. എന്താണ് ഗിവൺ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്ന കമ്പാഷനേറ്റോ ഹെൽപ്ഫുള്ളോ ഇൻഡിഫറൻറ്റോ അല്ല, മറിച്ച് ക്യൂരിയസ് ആണ്. കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. And from the story narration, the narrator chose newspapers, storybooks, magazines, scriptures. ഏതിൽ നിന്നാണ് വായിക്കുന്നത്? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് മാഗസീൻ. മാഗസീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. So magazine ആണ് right answer. Now choose the word which is nearest in meaning to the underlined word in the sentence. His predictions are based on some erroneous assumption. Erroneous എന്ന വേർഡിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. Exact, incorrect, logical, confirmed. Erroneous എന്ന് പറഞ്ഞാൽ error എന്നാണ് അർത്ഥം. And that is why incorrect ആണ് correct answer. Incorrect ആണ് correct answer. Next question. Choose the word with same or similar meaning to the underlined word. She is articulate in her conversation. Eloquent, hesitant, submissive, insignificant. Articulate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ fluent ആണെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ it is eloquent. Fluent. Okay, fluent. That is the right answer. Okay, so that brings us to the end of today's session. So നിങ്ങൾക്ക് ഈ ഒരു കുട്ടി സെഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ കിഡിലൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് CUET ക്രാക്ക് ചെയ്യണം. ആൻഡ് ഫോർ ദാറ്റ് യു ഹാവ് ടു ജോയിൻ Prepwise. സോ നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത് ക്ലാസ്സസ് ബൈ എക്സ്പെർട്ട് ഫാക്കൽറ്റി, വാല്യൂ ആഡഡ് നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, CUET മോക്ക് ടെസ്റ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് മെന്റർഷിപ്സ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്താൽ നിങ്ങളെ ഞങ്ങളുടെ ടീമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് മുടങ്ങാതെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഐ ബി ബാക്ക് വിത്ത് യെറ്റ് അനദർ വീഡിയോ. ടിൽ ദെൻ, ദിസ് ഇസ് അഭിരാമി സൈനിങ് ഓഫ്. താങ്ക് യു. Hello everyone, welcome to the session. This is Abhirami. So നമ്മൾ ഇന്ന് ടാർഗറ്റ് CUET 2023 ഭാഗമായിട്ടുള്ള CUET 2022 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 1 ഇംഗ്ലീഷിന്റെ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, അതായത് പ്ലസ് വൺ പ്ലസ് ടുവിലുള്ള സ്റ്റുഡൻസ്, ഫ്യൂച്ചറിൽ CUET എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് വളരെയധികം കോൺഷ്യസ് ആയിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് പല പല ക്വസ്റ്റ്യൻസും അറിയാനുള്ളൊരു ചാൻസും കൂടിയിട്ടാണ്, ഓപ്പർച്യൂണിറ്റിയും കൂടിയാണിത്. സോ മാക്സിമം ഈ സീരീസ് ഫോളോ ചെയ്യുക ആൻഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
First question, match the words in the list 1 with the meanings in list 2. അപ്പോൾ മീനിങ്സ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പെർപെച്വൽ, ഹിയർസേ, പെർയൂസ്, എക്സ്റ്റോൾ. ഇതിൽ നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് ആദ്യം എലിമിനേഷൻ മെത്തേഡ് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെർപെച്വൽ എന്താണെന്നറിയാം. ദാറ്റ് മീൻസ് കണ്ടിന്യൂയിങ് ഫോർ എവർ. പെർപെച്വൽ കണ്ടിന്യൂയിങ് ഫോർ എവർ ആണെന്ന് അറിയാമെങ്കിൽ A3 ആണ്. അപ്പൊ A3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇതിൽ അറിയാവുന്നത് എക്സ്റ്റോൾ ആണ്. എക്സ്റ്റോൾ എന്ന് പറഞ്ഞാൽ പ്രൈസ്, ഒത്തിരി ഗ്ലോറിഫൈ ചെയ്യുക. സോ ഗ്ലോറിഫൈ. D2 വരുന്നത് ഇവിടെയാണ്. സോ ഓപ്ഷൻ ഡി ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ B4 ആണെന്നും ഹിയർസേ ഗോസിപ്പ് ആണെന്നും പെർയൂസ് എക്സാമിൻ വിത്ത് അറ്റൻഷൻ ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇങ്ങനെ വേണം നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, then next question, choose the similar meaning for the underlined word given in the sentence. I reluctantly agreed to play with my son. Unwillingly, readily, happily, relatively. Reluctantly agreed. Reluctantly എന്ന് പറഞ്ഞ വേർഡ് മീനിങ് അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഏതും ആവാം, റെഡിലിയും ആവാം അല്ലെങ്കിൽ അൺവില്ലിംഗ്ലി ആവാം, അല്ലെ? അപ്പൊ ആ ഒരു വേർഡിന്റെ മീനിങ് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. റിലക്റ്റന്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് അൺവില്ലിംഗ്ലി ആണ് കേട്ടോ, അൺവില്ലിംഗ്ലി. So that is the answer. Next question, choose the antonym of the word tragic from the given options. Terrible, comic, tragedy, terrific. Tragic ന്റെ ഓപ്പോസിറ്റ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും, കോമിക് ആണ്. Okay, so comic is the right answer. Comic is the right answer. Next question, choose the word which is opposite in meaning to the word transparent. Transparent എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള, നമുക്ക് സീ ത്രൂ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ട്രാൻസ്പാരന്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻസ് ഒരിക്കൽ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ, ലൂസിഡ്, ഒപ്പേക്, ട്രാൻസ്ലൂസന്റ്. ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, ഒട്ടും തന്നെ കാണാൻ പറ്റാത്തതിനെയാണ് ഒപ്പേക് എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഒപ്പേക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെജിറ്റബിൾസ് ആർ പ്ലെന്റിഫുൾ സോഴ്സ് ഓഫ് വിറ്റമിൻസ്. പ്ലെന്റിഫുളിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിച്ച്, സ്പാർസ്, ഓപ്പുലന്റ്, ഹ്യൂജ്. പ്ലെന്റിഫുൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്നാണ് അർത്ഥം. അതിൽ കുറവെന്നുള്ള അർത്ഥത്തിന് വരുന്നത് സ്പാർസ് ആണ്. സ്പാർസ് ഇസ് ദി ആൻസർ. ഓക്കെ, സ്പാർസ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ വേർഡ്സ് ഇൻ ദ ലിസ്റ്റ് 1 വിത്ത് ആന്റോണിംസ് ഇൻ ദ ലിസ്റ്റ് 2. ആന്റോണിംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്രോച്ച്ഡ്, അലൈവ്, അറ്റൻഷൻ, അഡ്വാൻസ്, നെഗ്ലെക്ട്, റിട്രീറ്റ്, ഡിസീസ്ഡ്, റിസീഡഡ്. ഓക്കെ, ഇതിൽ എനിക്ക് അറ്റൻഷൻ കൃത്യമായിട്ട് അറിയാം. അറ്റൻഷന്റെ മീനിങ് എന്ന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലെക്റ്റ് ആണ്. അതുപോലെ അലൈവിന്റെ ഓപ്പോസിറ്റ് ഡിസീസ്ഡ് ആണ്. അപ്പോൾ B3യും D1ഉം വരുന്നത്, B3യും D1ഉം വരുന്ന ഓപ്ഷൻ A ആണ്. പിന്നെ A4 ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്രോച്ച്, റിസീഡഡ്, അഡ്വാൻസ്, റിട്രീറ്റ് ആണെന്ന് കണ്ടുപിടിക്കുക. ഇതിൽ ഏകദേശം എല്ലാം നമുക്ക് അറിയാൻ പറ്റും, എന്നാലും വളരെ ഷുവർ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഓപ്ഷൻ A is the answer. Next question, choose the suitable idiom or phrase for the expression to accept unpleasant consequences. Unpleasant consequences accept ചെയ്യാന്ന് മീനിങ് വരുന്ന ഒരു idiom ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Make ends meet, രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക, നിങ്ങൾക്കറിയാം. Face the music, blow off steam, a blessing in disguise. Blessing in disguise ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ blow off steam, അത് കഴിഞ്ഞിട്ട് face the music. Face the music ആണ് to accept unpleasant consequences എന്ന് അർത്ഥം വരുന്ന ഒരു idiom. So face the music is the right answer. Then അടുത്ത ഇഡിയംസിന്റെ മീനിങ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. See eye to eye, on cloud 9, once in a blue moon, a piece of cake. Very happy, easy, to agree, very rarely. ഇല്ല, see eye to eye എന്ന് പറഞ്ഞാൽ to agree ആണെന്ന് എനിക്കറിയാം. അതുപോലെ once in a blue moon, very rarely. പിന്നെ ഓൺ ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ വെരി ഹാപ്പി. പിന്നെ a piece of cake എന്ന് പറഞ്ഞാൽ ഈസി. വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. A3 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. ബാക്കിയെല്ലാം അതിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദി എക്സ്പ്രഷൻ ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. എരുതിയിൽ എണ്ണ ഒഴിക്കുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. ടു പോർ ഗീ ഇൻ ടു ദ ഫയർ, ടു ഫ്യൂവൽ ദ ടാങ്ക്, ടു മേക്ക് എ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്, ടു മേക്ക് സംവൺ ഹാപ്പി. പെട്ടെന്ന് കണ്ട ഉടനെ ചാടിക്കേറി ടു പോർ ഗീ ഇൻ ടു ഫയർ മാർക്ക് ചെയ്യരുത്, അതല്ല. കറക്റ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് മീൻസ് ടു മേക്ക് എ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഡിയം മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലൂ മൂൺ, ക്രൈ വൂൾഫ്, കട്ട് ടു ദ ചേസ്, ഹിറ്റ് ദ ഹേ, ഗോ ടു സ്ലീപ്പ്, റെയർ ഇവന്റ്, ഗെറ്റ് ടു ദ പോയിന്റ്, റേസ് എ ഫോൾസ് അലാം. ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ റെയർ ഇവന്റ് ആണ്.
കട്ട് ടു ദ ചേസ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ടു ദ പോയിന്റ് ആണ്. ക്രൈ വൂൾഫ് എന്ന് പറഞ്ഞാൽ റേസ് എ ഫാൾസ് അലാം ആണ്. ഹിറ്റ് ദ ഹേ എന്ന് പറഞ്ഞാൽ ഗോ ടു സ്ലീപ്പ് ആണ്. സോ എല്ലാം തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. A2 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. B4 A2 B4 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. Okay, so we come to the end of this Kuti session. So നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ കിഡിലൻ യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ വേണ്ടിയിട്ട് you have to crack CUET 2023 and that is why you have to come to Prepwise because we offer classes by expert faculty, value added notes, topic tests, live doubt clearing sessions and CUET mock tests with dedicated mentors. So നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക and also channel subscribe ചെയ്യുക and click the bell icon. Also നിങ്ങൾ ഈ സീരീസ് മുടങ്ങാതെ കാണുക സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു ഫെമിലിയാരിറ്റി കിട്ടും ക്വസ്റ്റ്യൻസിൽ. അതുപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എക്സ്പോഷറും കൂടും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ഐ വിൽ ബി ബാക്ക് again and this is me Abhirami signing off. Thank you. Hello everyone, welcome to Prepwise. So നമ്മൾ ഇന്ന് ടാർഗറ്റ് CUET 2023യുടെ ഭാഗമായിട്ട് CUET 2020 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് സെക്ഷൻ 1A ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഓൾറെഡി നമ്മൾ 2-3 സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക, എന്നിട്ട് വന്നിട്ട് ഈ സെഷൻ കാണുക. ഓക്കെ, സോ നമുക്ക് സെഷൻ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. His music was the light at the end of the tunnel. She is as innocent as an angel. Be careful in the playground, run slowly. Morning dew sits on the leaves quietly. Simile, personification, metaphor, oxymoron. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആദ്യം കണ്ടുപിടിക്കുക. പോയറ്റിക് ഡിവൈസ് ആണ് പോയറ്റിക് ഡിവൈസിൽ സിമിലി ആണ് ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ഒന്നിനെ മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് സിമിലി, ഒന്ന് മറ്റൊന്നാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഷീ ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുന്നത് സിമിലിയും ഷീ ഈസ് എ റെഡ് റോസ് എന്ന് പറയുന്നത് മെറ്റഫറുമാണ്. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം. സോ ഷീ ഈസ് ആസ് ഇന്നസെന്റ് ആസ് എൻ ഏഞ്ചൽ എന്ന് പറയുന്നത് സിമിലിയാണ്. B1, ഇപ്പൊ B1 വരുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത കണ്ടുപിടിക്കാൻ പറ്റുന്ന മെറ്റഫർ ആണ്. His music was the light at the end of the tunnel. Music light at the end of the tunnel ആയിരുന്നു എന്നാണ് പറയുന്നത്. സോ അത് മെറ്റഫർ ആണ്. A3, B1 A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട് അഗൈൻ. പിന്നെ നമ്മൾ നോക്കേണ്ടത് മോർണിംഗ് ഡ്യൂ സിറ്റ്സ് ഓൺ ദ ലീവ്സ് ക്വൈറ്റ്ലി. പേഴ്സോണിഫിക്കേഷൻ, ഒരു സംഭവത്തിനെ പേഴ്സൺ ആയിട്ട് ഉപമിക്കുന്നതിനെയാണ്, ഉപമിക്കുക എന്ന് പറയാൻ പറ്റില്ല, പേഴ്സൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മോർണിംഗ് ഡ്യൂ സിറ്റ്സ് ഓൺ ദ ലീവ്സ് ക്വൈറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക എന്നുള്ളത് ഒരു പേഴ്സന്റെ അട്രിബ്യൂട്ട് ആണ്, ഒരു ഹാബിറ്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ടാണ് മോർണിംഗ് ഡ്യൂ സിറ്റ്സ് ഓൺ ലീവ്സ് ക്വൈറ്റ്ലി എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആവുന്നത്. പിന്നെ ഇനിയുള്ളത് ഓക്സിമോറോൺ ആണ്. ബി കെയർഫുൾ ഇൻ ദ പ്ലേഗ്രൗണ്ട്, റൺ സ്ലോലി. റൺ സ്ലോലി എന്ന് പറയുന്നത് ഓക്സിമോറോൺ ആണ്. ഓക്കെ, ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ A3, B1, C4 ആണ് വരുന്നത്. D2. അപ്പോ ഓപ്ഷൻ A is the right answer. Okay, next question. His hair is as same type of question ആണ്, expression poetic device. His hair is as black as night. David's dog drank daily water. She was the princess of the party. The leaves waved at the blue sky. His hair is as black as night. Simile ആണ്. A3 വരുന്ന നോക്കിയേ, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു നമ്മൾ. B4 ആണ്. ഡേവിഡ്സ് ഡോഗ് ഡ്രാങ്ക് ഡെയിലി വാട്ടർ. ഡ സൗണ്ടിന്റെ റെപ്പറ്റീഷൻ ഉണ്ട്. റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ഇസ് ആലിട്രേഷൻ. ഷീ വാസ് ദ പ്രിൻസസ് ഓഫ് ദ പാർട്ടി, മെറ്റഫർ. ദ ലീവ്സ് വേവ്ഡ് അറ്റ് ദ ബ്ലൂ സ്കൈ. വേവ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ഹ്യൂമൻ ട്രേറ്റ് ആണ് ആൻഡ് ദാറ്റ് ഇസ് വൈ അത് പേഴ്സോണിഫിക്കേഷൻ ആവുന്നു. സോ A3, B4, C1, D2 and that is option C. Option C is the answer. Okay, next question, same question തന്നെയാണ്. They are as different as day and night. The computers at our school are old dinosaurs. Even if you are a wise fool, you can show real potential. The land rejoiced when it was taken care of. എന്നൊക്കെ land rejoice ചെയ്യുക, അതെന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. D4 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈവൻ ഇഫ് യു ആർ എ വൈസ് ഫൂൾ എന്ന് പറയുന്ന ഓക്സിമോറോൺ ആണ്. C2
C2 വരുന്ന again രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. They are as different as day and night. As different as day and night എന്ന് പറയുന്നത് സിമിലി ആണ്. കമ്പ്യൂട്ടേഴ്സ് അറ്റ് എ സ്കൂൾ ആർ ഓൾഡ് ഡൈനോസോർസ് എന്ന് പറയുന്ന മെറ്റഫർ ആണ്. അപ്പൊ A3B1 ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും സെയിം ആണ്. My love for you is as deep as the ocean. As deep as the ocean is simile. The comedian was seriously funny. Seriously funny എന്ന് പറയുന്നത് ഒരു oxymoron ആണ്. പിന്നെ his words cut deeper than a knife. അത് കഴിഞ്ഞിട്ട് the wind was howling in the cold winter night. Howling എന്ന് പറയുന്ന പേഴ്സണൽ ട്രേറ്റ് ആയതുകൊണ്ട് പേഴ്സോണിഫിക്കേഷൻ, മറ്റേത് മെറ്റഫർ. സോ A4 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് എല്ലാം നോക്കേണ്ട ആവശ്യം കൂടി ഇല്ലായിരുന്നു. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ദ ജംബിൾഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ടു മേക്ക് എ മീനിങ്ഫുൾ സെന്റൻസ്. ഒരു മീനിങ്ഫുൾ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ജംബിൾഡ് വേർഡ്സ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, യൂസ്, മേക്ക്, ഓഫ് യുവർ ടൈം, ഗുഡ്, യു ഷുഡ്. അപ്പൊ നമുക്കിത് അറേഞ്ച് ചെയ്യാം. യു ഷുഡ്, മേക്ക്, ഗുഡ്, യൂസ്, ഓഫ് യുവർ ടൈം. EBDAC. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലോതിങ് ബോത്ത് യു, ദേ ഹാവ്, വാം ആൻഡ് ബ്യൂട്ടിഫുൾ ഗിവൺ. ദേ ഹാവ് ഗിവൺ യു ക്ലോതിങ് ബോത്ത് വാം ആൻഡ് ബ്യൂട്ടിഫുൾ. CEBAD. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീസൺ ടു ഗിവൺ distrust her. She hasn't us any. She hasn't given us any reason to distrust her. DBEAC. ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ച് ഒരു വായനയിലൂടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു തവണ വായിച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given out the at 9 o'clock papers were examination. The examination papers were given out at 9 o'clock. BEDAC. Option D ആണ്. Option D is the right answer. Okay. The next question. Select the option that shows the similar relation to the pair given below. Promise, fulfill. പ്രോമിസ് ചെയ്യുന്നത് നമ്മൾ ഫുൾഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. പ്രോമിസ് ചെയ്യുന്നത് ഫുൾഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്രീഡം, ഡിഫീറ്റ്. കൺഫെഷൻ, ക്രൈം. ലോ, എൻഫോഴ്സ്. വിൻ, വിക്ടറി. അപ്പൊ അതുപോലെ ഒരു വേർബും ഒരു നൗണും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രോമിസ്, ഫുൾഫിൽ ദ പ്രോമിസ്. ഡിഫീറ്റ് ദ ഫ്രീഡം. ക്രൈം ദ കൺഫെഷൻ. എൻഫോഴ്സ് ദ ലോ. വിക്ടറി ദ വിൻ. അപ്പൊ ഇതിൽ ഏതാ വരിക? എൻഫോഴ്സ് ദ ലോ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു വേർബിന് നമ്മുടെ പ്രോമിസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നൗൺ ആണ് പ്രോമിസ്. വേർബ് ഫുൾഫിൽ ആണ്. അപ്പൊ ആ ഒരു നൗൺ വേർബ് കോംബോ ആണ് നമ്മൾ ഇവിടെ റിലേഷൻ ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ലോയും എൻഫോഴ്സും ആണ്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലീറ്റ് ഈസ് ടു ട്രക്സ് ആസ് ടു ഡാഷ് ഈസ് ടു ടീച്ചേഴ്സ്. ഈ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യണം. സ്റ്റുഡന്റ്, ഗ്രൂപ്പ്, ഫ്രീ, ഫാക്കൽറ്റി. ഫ്ലീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ട്രക്സ് ആണ്. ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെ ഗ്രൂപ്പ് എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഗ്രൂപ്പ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ബൈ ദാറ്റ് വി ഹാവ് കം ടു ദി എൻഡ് ഓഫ് ടുഡേസ് കുട്ടി സെഷൻ. സോ പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ കിഡിലൻ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ യു ഹാവ് ടു ക്രാക്ക് CUET 2023 ആൻഡ് ഫോർ ദാറ്റ് യു ഹാവ് ടു ജോയിൻ Prepwise. സോ ഞങ്ങൾ അവിടെ ഓഫർ ചെയ്യുന്നത് ക്ലാസ്സസ് ബൈ എക്സ്പേർട്ട് ഫാക്കൽറ്റി, വാല്യൂ ആഡഡ് നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റുകൾ, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, CUET മോക്ക് ടെസ്റ്റുകൾ ആൻഡ് വിത്ത് ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് ആണ്. സോ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അവർ ടീം വിൽ കണക്ട് ടു യു. ഇതുപോലത്തെ സെഷൻസ് ഇനിയും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ഐക്കൺ. സോ ഇതുപോലത്തെ CUET ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. സോ ഐ ബി ബാക്ക് അഗെയിൻ വിത്ത് ദിസ് കുട്ടി സെഷൻസ്. ടിൽ ദെൻ ദിസ് ഇസ് മീ അഭിരാമി സൈനിങ് ഓഫ്. താങ്ക് യു. Hello everyone, welcome to Prepwise.
സോ നമ്മൾ ടാർഗറ്റ് CUET 2023യുടെ ഭാഗമായിട്ട് CUET 2022 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന ഒരു സെഷനാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പോ ഇതുപോലെ നമ്മൾ മുന്നേ 2-3-4 സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സെഷൻസ് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ സെക്ഷൻ 1A ഇംഗ്ലീഷിന്റെ സെഷൻ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Out of the given options, choose the correct one. Deplete is to decrease, as to dash is to avoid. അപ്പൊ ഇതിന്റെ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് അതുമായിട്ട് ചേർന്നത് ചെയ്യണം എന്നാണ് പറയുന്നത്. യോജിച്ച വാക്ക് കണ്ടുപിടിക്കണം എന്നാണ്. ഓക്കെ, അപ്പൊ ഡിപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കുറയുക എന്നുള്ള അർത്ഥമാണ്. അതാണ് ഡിക്രീസ് വന്നിരിക്കുന്നത്. സെയിം മീനിങ് ആണ് വന്നിരിക്കുന്നത്. സോ ഇൻക്രീസ് വരില്ല. ഷൻ, റിസീവ്, മിസ് വരും. അപ്പൊ ഇതിനകത്ത് ഷൻ ആണ് വരുന്നത്. ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഷട്ട് ചെയ്യാന്നുള്ള അർത്ഥമാണ്. സോ അവോയ്ഡിന് ഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൗണ്ടേഷൻ ഇസ് ടു ഹൗസ്. അപ്പൊ ഒരു ഹൗസിന്റെ ബേസിക് ആണ് ഫൗണ്ടേഷൻ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. പെൻ ഇസ് ടു സ്റ്റാൻഡ്, സ്കാഫോൾഡ് ഇസ് ടു ഹിഞ്ച്, പേപ്പർ ഇസ് ടു വുഡ്, പെഡസ്റ്റൽ ഇസ് ടു സ്റ്റാച്ചു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെയാണ് സ്റ്റാച്യൂന് എന്ത്, പെഡസ്റ്റലും. സോ പെഡസ്റ്റൽ ഇസ് ടു സ്റ്റാച്ചു ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിബ്ലിയോഗ്രഫി, സീസ്മോഗ്രഫി, ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി. ഇതിനെ നമ്മൾ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിബ്ലിയോഗ്രഫി എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ബിബ്ലിയോഗ്രഫി അറിയായിരിക്കും. സോ എ ലിസ്റ്റ് ഓഫ് ഓൾ ദ സോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് റിസർച്ച് ആണ് ബിബ്ലിയോഗ്രഫി. അതുപോലെ സീസ്മോഗ്രഫി എന്ന് പറഞ്ഞത് എർത്ത് ക്വേക്ക് റിലേറ്റഡ് ആണ്. അപ്പൊ അതും നമുക്കറിയാം. അപ്പൊ B4-ഉം A3-യും B4A3-യും വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. പിന്നെ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ an account of someone's life written by someone. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ സെൽഫ് റിട്ടൺ അക്കൗണ്ട് ഓഫ് വൺസ് ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോബിൾ, സ്ട്രൈഡ്, ട്രാമ്പിൾ, ട്രീഡ്. ഇതെല്ലാം വാക്കിങ്ങിന്റെ ഓരോ മീനിങ് ആണ്. അപ്പം ഹോബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അൺസ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഒരു ഓക്വേർഡ് മാനറിൽ വാക്ക് ചെയ്യുന്നതാണ്. അതിനെയാണ് ഹോബിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് വാക്ക് അൺസ്റ്റഡിലി ഓർ വിത്ത് ഡിഫിക്കൽട്ടി. സ്ട്രൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വാക്ക് വിത്ത് ലോങ് സ്റ്റെപ്സ്. ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് വാക്ക് വിത്ത് ലോങ് സ്റ്റെപ്സ് ആണ് സ്ട്രൈഡ് ചെയ്യുക. സോ വാക്ക് പർപ്പസ്ഫുള്ളി വിത്ത് ലോങ് സ്റ്റെപ്സ്. ട്രാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചവിട്ടി മെതിച്ചോണ്ട് നടക്കുക. സോ വാക്ക് സോ ആസ് ടു ക്രഷ് സംതിങ് അണ്ടർ ഫ്രൂട്ട്. ട്രാമ്പിൾ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ട്രീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വാക്ക് സ്ലോലി ആൻഡ് സ്റ്റഡിലി. സോ D1 വരുന്ന 2 ഉണ്ട്. C4 വരുന്ന 2 ഉണ്ട്. A2 B3. ഓക്കെ, സെയിം ഓപ്ഷൻസ് ആണ് ഇത് രണ്ടും. എന്തായാലും രണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്, ഡോക്യുമെന്ററി, കണ്ടംപററി, സെറിനിറ്റി. അപ്പൊ ഇത് മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. അപ്പൊ ക്രിട്ടിക് ആരാണെന്ന് നമുക്കറിയാം. എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദി ആർട്ട് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ നോക്കണം. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ഡോക്യുമെന്ററി ഫിലിം അബൌട്ട് റിയൽ പീപ്പിൾ, ഇവന്റ്സ് ഓർ ഇഷ്യൂസ് ആണ് ഡോക്യുമെന്ററി. അപ്പൊ B4-ഉം A3-യും വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. C2 ആണ്. കണ്ടംപററി മീൻസ് ലിവിംഗ് ഓർ ഒക്കറിംഗ് അറ്റ് ദ സെയിം ടൈം. സെറിനിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കാം ആൻഡ് പീസ്ഫുൾ. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസ്ട്രിക്ട്, റിജോയ്സ്, റിഫ്രെയിൻ, റിജക്ട്. റിജോയ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് കാണിക്കുക. B2. അപ്പൊ B2 വരുന്ന ഓപ്ഷൻ 2 ഉണ്ട്. അപ്പൊ B2 അല്ല. പിന്നെ B2 ആണ്, പക്ഷെ നമുക്ക് ഒന്നുകൂടെ കണ്ടുപിടിച്ചേ പറ്റൂ. റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ടു പുട്ട് എ ലിമിറ്റ്, അല്ലെങ്കിൽ റിജക്ട് നോക്കാം. കാരണം അത് സ്റ്റോപ്പ് വൺ സെൽഫ് ഫ്രം ഡൂയിങ്ങും ഏകദേശം വരും. റിജക്ട്, ഡിസ്മിസ് ആസ് ഇൻഅഡിക്വേറ്റ്. ഓക്കെ, അപ്പൊ D3-യും B2-ഉം വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ C ആണ് ആൻസർ. അപ്പൊ A1 ആണ് കേട്ടോ. പുട്ട് ലിമിറ്റ് കറക്റ്റ് ആയിരുന്നു. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വൺ സെൽഫ് ഫ്രം ഡൂയിങ് സംതിങ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. Then next question, botanists say that bonsai are dash trees grown in a pot. Ornamentally, ornamentals, ornamental. അപ്പൊ നമുക്കറിയാം ബോൺസൈ ആർ ഓർണമെന്റൽ ട്രീസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ഓർണമെന്റൽ ട്രീസ്.
Then our plane stopped dash Mumbai dash the way to Iran. അപ്പൊ ഒരു സ്പെസിഫിക് സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഓണോ ഇന്നോ അല്ല, അച്ചാണ് വരുന്നത്. Our plane stopped at Mumbai on the way to Iran. Option D is the right answer. ഒരു സ്പെസിഫിക് ടൈമോ പ്ലേസോ വരുമ്പോൾ നമ്മൾ അച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. Next question. Open the book dash page number 35. Open the book on, at, to, with. ഏതാ വരാ? To page number 35. പേജിലേക്ക് പോവാനാണ് പറയുന്നത്. So 2 ആണ് കറക്റ്റ് ആൻസർ. So thus we have come to the end of today's session. So ഇങ്ങനത്തെ കുട്ടി സെഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുടങ്ങാതെ കാണുക. അതുപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിങ്ങൾക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ CUET 2023 ആസ്പിറൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് കാണുക. ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ ടു ദി ആസ്പിറൻസ് ആൻഡ് പ്ലീസ് press the bell icon. So plus 2 ന് ശേഷം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെങ്കിൽ you have to crack CUET 2023 and for that we are there for you, Prepwise. So please join Prepwise app. We provide classes by expert faculty, value added notes, topic tests, live doubt clearing sessions, CUET mock test and dedicated mentors. So that's all for today and this is Abhirami signing off. Thank you.